ഗുഡ് മോർണിംഗ് പത്മ ചേച്ചി. ഹൗ ആർ യു? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി. എനിക്കിനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റൂ. ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. ഹായ് ഹായ്. I am Japan Babu, a special tourist guide for Japanese ladies. Sometimes I handle you people. Nice to meet you. Nice to meet you. നല്ല മാർദ്ദമുള്ള കൈ. ദൈവം എന്തിനാ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? What? Welcome to Kerala. Kerala is a very small, beautiful country like me. Yes, we know. You know? Then follow me. Come on, girls. Mr. Parshuraman axe throw to the sea and Kerala happened. What? Meru arichu Kerala undai. But how can he throw 800 kilometers? No, it's not possible. I don't believe it. Believe it. You don't know Parshuraman. He will throw. First time he will throw. Manuinte pidi uri poi. പിന്നീട് കൈ ഉളിക്കിരുന്ന് പറഞ്ഞ ഏറാണ് ഏറ്. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാട് കൂടെ കേരള ആയേനെ. I will give an experiment. See, this is a kalli. Look, even I can throw. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി? ഏതോ ഒരു നായിന്റെ മുന്നിൽ കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊടിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Come on, let's go. Pole, please. Dance. Pole. ഒരുപാട് ലൈറ്റുള്ള പോലൊക്കെ തോന്നുന്നുണ്ടല്ലോ. കർത്താവ് ഫിറ്റാണോ? ഇതെന്താണ്? അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഇന്നും ഇത്ര വൈകിയത്? എന്തായിരുന്നു അത്? ഗോപിയുടെ അച്ഛന് ശ്വാസം മുട്ടലമ്മ. ആരുടെ അച്ഛന്? ജോസിന്റെ അച്ഛന് ശ്വാസം മുട്ടല്ല. നീ ഇന്നും കള്ളു കുടിച്ചല്ലേ? അമ്മ ഈ പോലീസിന്റെ മിഷനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്റെ അമ്മേനെ പറ്റിക്കാൻ പറ്റില്ല. അമ്മക്ക് പോലീസ് നാറ്റം. ഒരു ബിയർ അടിച്ചോണ്ടാണെങ്കിലോ കൊഞ്ചാൻ വരല്ലേ? ഞാൻ എന്നോട് പറഞ്ഞാണ് കഴിക്കേണ്ടത്. ആ കറണ്ട് ബില്ല് അടച്ചതിന്റെ റെസീറ്റ് എവിടെ? കറണ്ട് ബില്ലടച്ച നുണയൊന്നും വേണ്ട. താങ്ക്സ്. ഈ മാതാപിതാക്കളാണ് മക്കളെ കൊണ്ട് നുണ പറയിക്കുന്നത്. ഇതുപോലെ ചോദിക്കാതിരുന്ന പോരെ, അവര് നന്നാവും. എന്നാ ഇന്ന് ഇരുട്ടത്തിരുന്നോ? ലൈൻമാൻ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ആണോ? 2 മാസത്തെ ബില്ലടച്ചില്ലെങ്കിൽ ആ പോരും വൃത്തികെട്ടവൻ. സാരല്ലമ്മേ, ഈ ബംഗാളിലും ത്രിപുരയിലൊന്നും ആളുകൾ കറണ്ടില്ലാതെയാണ് ജീവിക്കുന്നത്. ഇതേ കേരളമാണ്. ഇതും ആ ലിസ്റ്റിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പോടാ. ഇന്ന് എന്താ പ്രത്യേകതന്നറിയോ? ഇന്ന് ദീപാവലി അല്ല, വിഷു അല്ലല്ലോ. ഔ അമ്മാ, പിണ്ടിപ്പെരുന്നാളല്ലേ? പനങ്കള്ള് അല്ല, പനനങ്ക്. അമ്മ ഇത് എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരണമോ? ഞാനിത് എവിടെയൊക്കെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടണല്ലോ. പിരിയോ? ഇന്ന് നിന്റെ അപ്പച്ചന്റെ പിറന്നാളാ, ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നുപോയി. വെടിക്കെട്ടാണ്. ആ ചിരി കണ്ടാലറിയാം ആളൊരു ചക്ര. നിന്റെ ഈ കഴിക്കല് കാണുമ്പോ എനിക്ക് നിന്റെ അപ്പച്ചനെ ഓർമ്മ വരണത്. വലിയ ഇഷ്ടമായിരുന്നു ആൾക്ക് പനനൊങ്ക്. പാലക്കാട് നിറയെ പനയല്ലേ. എന്നെ കാണാൻ വരുമ്പോ പനനൊങ്ക് തിന്നാൻ കൊതി പറഞ്ഞു നടക്കുമായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്.
ഈ അഗ്രഹാരത്തിൽ വന്ന അമ്മയെ പ്രേമിക്കാൻ അപ്പച്ചന് എന്തിന്റെ ഭ്രാന്തായിരുന്നു? ഒന്ന് പോടാ അവിടുന്ന്. അതിന് പ്രധാന കാരണേ ആ ഞാൻ പണ്ട് കാണാൻ നല്ല സ്മാർട്ടായിരുന്നു. ഇതെന്തൊരു നോണച്ചയാണിത്? കുന്തം. ആ ആ ആ എന്റെ അമ്മ റൊമാൻറ്റിക്കായി. എന്റെ പുന്നാര അമ്മയുടെയും അപ്പച്ചന്റെയും സ്നേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗാനം എന്റെ ഫോണിലൂടെ. കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത് ചെക്കനെന്താ? ഓമലൊന്നു ചിരിച്ച പൊട്ടിച്ചിതറും പൊന്മുത്ത് കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത് ഓമലൊന്നു പഠിച്ച ഷാനിബയില്ലേ, ചിതറും പൊന്മുത്ത് ആയിഷയുടെ മോള്, അവക്ക് ഇൻഫോസിസിൽ ജോലി കിട്ടിയിടാ. എന്റെ മോനും ആ കിട്ടാനുള്ള 2 പേപ്പറും കൂടി എഴുതിയെടുക്കണം. അപ്പൊ ഒരു എഞ്ചിനീയർ ആവില്ലേ? ഇന്ന് അപ്പച്ചന്റെ പിറന്നാളല്ലേടാ, ഒരു തീരുമാനം എടുക്കണം. അമ്മേ, അമ്മയുടെ മകൻ ജോസ് സത്യം ചെയ്യാണമ്മേ. ഇത്തവണ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും അമ്മേ. ഇനി എന്റെ അമ്മ ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെ. ഡാ, അമ്മക്കുട്ടി ഞാനൊന്ന് കുളിക്കുന്നില്ല കേട്ടോ. ശ്ശോ. അങ്ങോട്ട് കുരുങ്ങുമീന്. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ. മാറ്റമുണ്ടല്ലേ? ബാക്ക്വാർഡ്? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ? See this net? Made in China. China? Yeah. Oh. 6 മാസം ഗ്യാരണ്ടിയേ ഉള്ളൂ. ചൂണ്ടക്കെറുക്കാൻ ഇരയില്ലാതിരിക്കായിരുന്നു ഇവനെ കൊരുത്തിട്ടാ. One useless fellow. 1 minute. എന്താ ബ്രിട്ടാ പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ ബെടി. സ്രാവിന് ഈ വെള്ളത്തിൽ നിന്നോ? അതോ ഈ ചൂണ്ട കൊണ്ട്? ആ കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാബേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ? നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഗേൾസ്, ഇനി ഇവിടെ നിന്നാ ഇവൻ എന്നെ കുറിച്ച് ചൂണ്ടയിടും. ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. How on earth is that possible? Oh my God, mean again. Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this stick is 750 rupees. All right. You are okay? I'll give you the money. Okay, give me. പുല്ല് വളയണമില്ല. Give me. Thank you. Chill, ma'am. Okay, പിടി. Okay. It will be a great catch. 780 രൂപ. പഴശ്ശിരാജെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. 750. ഇന്നത്തെ കാര്യം ഓക്കെ. സ്റ്റോപ്പ്. Come on, Dad. Come on. Hey, my son. Dad. How is my coat? Britas, grandly. ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്. പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ, ബിഗ് പാറ്റ. ബ്രിട്ടൻ സാഹിബ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പാറ്റയോ? നോ, ദിസ് കോട്ട്. ഓഹോ. അദ്ദേഹത്തിന്റെ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976-ലല്ലേ? എന്നാ ഓട്ടോയിലേക്ക് കയറ്. ഗ്ലാഡിസ്, ഡോറ, Yes? ഡെറി, കം ഗെറ്റ് ഇൻ ഓട്ടോ. വെഡിങ് തുടങ്ങും, ഫുഡ് ഫിനിഷ് ആവും. ഓ, യു ഹാവ് മണി ഫോർ ഓട്ടോ? ഐ ഡോണ്ട് ഹാവ്. ഓ മറന്നുപോയി. ദാ ഇത് കല്യാണത്തിന് കൊടുക്കാനുള്ളതാണ്.
ഓ ഇത് 250 ഉണ്ടല്ലോ. 50 ഞാൻ എടുത്തോട്ടെ ഫോർ മൈ എക്സ്പെൻസ്. വേണ്ട, ദാ, ഇത് 50 രൂപയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. താങ്ക് യു മൈ സ്വീറ്റ്. ഓക്കെ. Come, come. Bye, my son. Come on, quick. Don't waste time, you know. മമ്മ ഫുഡ് റെഡിയാണോ? Yes, കഞ്ഞിയുണ്ട് and ചമ്മന്തി. പ്രോൺസ് പൗഡറും ഉണ്ട്. ഓക്കെ. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. You don't know. Poor fellow. Go. That's good one. Good one. Where is Britas? Britas will come soon. Do one thing. Shall we go to Giant Wheel? Yeah, why not? Open mouth. Ohayo gozaimasu. Ohai gozaimasu. Konnichiwa. Totomai. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ച് തന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. ഐ ലൈക്ക് ജപ്പാൻ. വാട്ട് എ സ്മോൾ കൺട്രി. സീ മൈ ടീ-ഷർട്ട് ഈസ് മെയ്ഡ് ഇൻ ജപ്പാൻ. മൈ മാല ഈസ് മെയ്ഡ് ഇൻ ജപ്പാൻ. മൈ ഹെയർ സ്റ്റൈൽ ഈസ് മെയ്ഡ് ഇൻ ജപ്പാൻ. ടോട്ടലി ഐ ആം ജാപ്പനീസ് ടെക്നോളജി. ജപ്പാൻ പോലും ജപ്പാൻ. ഒരെണ്ണാന് ചപ്പാൻ പോലും ഇല്ല. യെസ് മൈ ഡിയർ, ദേ കമ്മിങ്. ഹലോ, കുട്ടിക്ക് SMS ഫ്രീ ആണോ? എനിക്ക് SMS ഫ്രീ ആണ്. മേത്ത് മുട്ടല്ലേ കുട്ടി? എല്ലാം മുട്ടണം. ഓൾ ദി ബെസ്റ്റ് മച്ചാ. ഓൾ ദ വേസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത്. It's getting hot here. ഇതിന് ചൂടെടുക്കണമെന്ന്. This is my first time in Giantville. No problem. I will take care of you. I'm feeling very scared. Don't worry. ബാബു ഇല്ലേ കൂടെ? എന്റെ പേര് ജോസി. എന്താ ഈ പേടിയുള്ള കുട്ടിയുടെ പേര്? Seema. സീമ. ഓ സീമ, എന്ത് നല്ല പേര്. എനിക്ക് സിനിമാ നടി സീമയുടെ അഭിനയം എന്ത് ഇഷ്ടാന്നറിയോ? നിർത്തടോ. നിർത്തില്ലെന്ന് ഇഷ്ടമാണ്. കുട്ടി ഏതിനാ പഠിക്കുന്ന? പറയാ. Journalism. ജേർണലിസം. ജേർണലിസം പഠിക്കുന്ന കുട്ടിക്കാണോ ഇത്ര പേടി? She is studying journalism, but she is panic. എന്റെ മാർത്ത് ചാരി കിടന്നോളൂ. കൈ എടുക്കണു. ഒരു ജോയിന്റ് വീല്. എന്റെ അമ്മേ, എന്തൊരു സ്പീഡ് അതിന്. മനുഷ്യന്റെ പ്രാണം പോയി. ഇതെന്തൊരു പോക്കാണത് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ഫ്രണ്ടല്ലേ? ഹലോ, എന്താ പേര്? പ്രിംറോസ്. ഓ നൈസ് നെയിം. ഹായ്. ആടാ ഇത് ഹലോ, ഇതെന്റെ ഫ്രണ്ട് ആട്ടോ. ഹലോ. ഇത് എന്റെ ഫ്രണ്ട് സീമ. മറ്റേ കെട്ടിപ്പിടിച്ചാരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏയ് മിസ്റ്റർ, താൻ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു പെണ്ണെന്ന് ചിരിച്ച ആരെങ്കിലും നോക്കിയെന്ന് സംസാരിച്ച അപ്പ പുറകെ കൂടിക്കോളും. ഫ്രണ്ടാണ് ബാക്ക് ആണെന്നൊക്കെ പറഞ്ഞു നാണല്ലോ തനിക്ക്. ഒരു പൂവാലം വന്നിരിക്കുന്നു. ബൈ ബൈ വെള്ളക്കുരങ്ങൻ. വെറുതെ അല്ല സീമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാത്തത്. ഷീലയുടെ അഭിനയം തന്നെ നല്ലത്. ആകെ വൃത്തികേടായി. ജൈന്റ് വീൽ എനിക്ക് പണ്ടേ ഹരവാ. ഇനി പാൻറ് ഉണക്കണം. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, ഐ വിൽ ഗിവ് യു $100 ടിപ്പ് എന്ന്. ടിപ്പ് തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ. പോടാ. എന്തിനാണ് ഈ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാജനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ. MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടിയെന്ന് വിചാരിക്കും.
സംസാരിക്കും ഒരുമാതിരി വില വർത്താനം പറയരുത്. പിന്നല്ലാതെ എടാ എടാ എന്താടാ? എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ? സാറേ സാറേ എന്ന്. സാറേ സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചതാ. എടാ, എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസവും 750 രൂപ കിട്ടുന്ന പരിപാടിയാ. ആഴ്ചയിൽ 5000 രൂപ. അനാശാസ്യം വല്ലതാണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ് അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ, ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവര് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. അങ്ങനെ എത്ര? ഇതിന് കാശ് ഞാൻ കൊടുക്കും. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ, ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഹോം സ്റ്റേ. തീവണ്ടി കോകിപ്പായും തീവണ്ടി കക്കര് മൊത്തം തീവണ്ടി 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 കോകിപ്പായും തീവണ്ടി മൊത്തം തീവണ്ടി 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 തീവണ്ടി. Come on, dance, baby. Yeah. Oh, will you marry me? She's my mother. Mother, this is my friend Julia. Hi, you're his mom? Oh, wow. You look so pretty. I'm also. ഏതാടാ ഈ പെണ്ണ്? This പെണ്ണ്. നീ അകത്തേക്ക് വാ. ഞാൻ ഇവളെ കൊണ്ടാ. ഒറ്റയ്ക്ക്. അല്ലമ്മ ഇവളെ കൊണ്ട്. അതെ ഞാനേ. Sorry. She wants to discuss one personal matter. Just a moment. I'll get back to you soon. Okay, Bye. no problem then. If you can, I'll come soon, baby. ജോസി. Oh, What's next? coming, mommy. Yes, ma'am. Yeah, tell me. ഇതെന്ത് കോലാടാ ഇത്? നീ വല്ല കാവടിക്കും പോയോ? Oh, wow, this is my new style. മര്യാദയ്ക്ക് പറടാ. അമ്മ ഇതെന്റെ പുതിയ സ്റ്റൈലാന്ന്. അയ്യോ, എന്ത് പറ്റി കയ്യില്? ഒന്നുമില്ല അമ്മ, പുതിയ സ്റ്റൈലാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്താടാ നിന്റെ ഉദ്ദേശം? അമ്മ, വൈകിയാണെങ്കിലും ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു. അമ്മയുടെ മകൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനായി മാറി. എന്ത്? ഞാനില്ലേ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ഹോം സ്റ്റേ. അതിനു വേണ്ടിട്ട് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് this kind of dressing. Got it, ma'am? എന്തൊരു വരുമാനമുള്ള പരിപാടി എന്നറിയോ? Yeah, obviously. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കൂല. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് ഒരാൾ കൂടി കരുതണം, അത്രേ ഉള്ളൂ. Yeah, that's all. മോനെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടരുത്. നീ ആ തോറ്റ വിഷയം 2 എഴുതിയെടുക്ക്. അമ്മേ, ഈ തോറ്റ വിഷയത്തെ കുറിച്ച് കേട്ട് ഞാൻ തോറ്റു. നിന്നോട് പറഞ്ഞു ഞാനും തോറ്റു. അമ്മേ, എന്തായാലും വേറൊരു ബിസിനസ് വേണ്ട. വേറൊരാൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? സൽസ്വഭാവിയ എന്നെ പോലെ. Wow, so sweet. പോടാ അവിടുന്ന്. See, I told you, na? I told you. ബാങ്കിൽ നിന്ന് തുരുതുരാ വിളിയാ. ലോൺ ഡ്യൂസ് കെട്ടാൻ പറഞ്ഞ്. ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു. അതെങ്ങനെ കൊടുക്കുന്ന? അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ മാസം 10000 രൂപ കയ്യിലിരിക്കും. ക്ലയൻസിന് നമ്മുടെ ബ്രിട്ടാസ് കൊണ്ട് തരും. പിന്നെ 1 മാസത്തിനുള്ളിൽ ഐഷാനിയുടെ പൈസയോ ലോൺ ഡ്യൂസോ എന്താന്ന് വെച്ചതേ ഈ ജോസി അടച്ചു തീർത്തിരിക്കും. നാട്ടുകാർ നോക്കുമ്പോ എന്താ, വലിയ വീട്, 2 പേരും ഒറ്റയ്ക്ക് താമസിക്കുന്ന അവർക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്. നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ. അമ്മ, ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഈ പിള്ളേര് കളി നിർത്തണം. ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. Hey, Josie! Yeah, I'm coming to you. മോനെ, ഒന്ന് എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയിലെ വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച് കാശ് കാണുന്നില്ല. അവളെ കാണിച്ചു നോക്കൂ. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ. അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചെക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് അവിടെ. അമ്മ, എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ. അതിന്റെ ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ, സത്യം പറയാൻ എടുത്താ. എന്താടി പറയുന്നേ? അയ്യോ, അവിടെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിയിരിക്കുന്നത്. കൊള്ളാം.
അയ്യോ ഇത് അയാളല്ലേ പത്മയുടെ വീടല്ലേ? ഡാ. അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിക്കടാ. നിനക്കെന്താ കാര്യം? സാർ ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ, അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോ? ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ രണ്ടുപേരോടും ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ കൊറേ ദിവസം ഒന്നും ആയില്ല സാർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവനെ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ് സാർ. എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സാർ. എടോ, അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, അപ്പൊ ഇവർക്ക് വേണ്ടിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? മര്യാദക്ക് നിന്നില്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ അല്ലടോ, ജയിലിന്റെ. ഞാൻ എണ്ണാൻ സാർ. ഒരു പരിചയം ഇല്ലാത്ത അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? ഹോം സ്റ്റേ ആയതുകൊണ്ടാ സാർ. ഹോം സ്റ്റേ ഓക്കെ. എന്നാ പാസ്പോർട്ട് കോപ്പി, അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, സി ഫോം എവിടോ? ഒരു വിദേശിയെ ഹോം സ്റ്റേ ആയിട്ട് താമസിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അത് സർ, എന്റെ നിർബന്ധം കൊണ്ട് അവൻ തുടങ്ങിയത്. തെറ്റെന്റെയാ. നിങ്ങളൊരു പക്വതയുള്ള സ്ത്രീയല്ലേ? ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങളോട് അറിയണ്ടേ? 2 പേരല്ലേ ഉള്ളൂ. എന്തിനാ മേഡം പണത്തിനോട് ഇത്ര ആർത്തി? ഉള്ള പണിയും ചെയ്ത് അങ്ങ് ജീവിച്ചാ പോരെ? ഫാഷൻ എന്ന് പറഞ്ഞ മധുർ ഭണ്ഡാർക്കറുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. അതിനെ കുറിച്ച് പറയാതിരിക്കുകയാണ്. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനില്ല. തടിച്ചവര് പ്രത്യേകിച്ച് ഭക്ഷണം കുറയ്ക്കാനായിട്ട് എന്നെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. No, stop it. Hey. Yes, next contestant, Josie John. അയ്യോ സോറി സാർ. മച്ചു വാല് മുറിക്കരുതേ, കൂടെ ഉണ്ടാവണേ. Shall we start? ജെയിംസ് ബോണ്ട്, കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വരെ പ്രിയങ്കരൻ ജെയിംസ് ബോണ്ട് ഏട്ടൻ. തമിഴ് പടത്തിൽ വരും ഉണ്ടൈ ഉണ്ടൈ 7 നായകൻ ബോണ്ട് മാമ. അങ്ങനെ ഒരു ചിത്രത്തിൽ അദ്ദേഹം 100 പേരെ ഇടിച്ചിട്ടതിന് ശേഷം വില്ലനെ നിരക്കി ചെല്ലുകയാണ്. എന്നിട്ട് കിടിലൻ തീപ്പൊരി പറഞ്ഞ ഡയലോഗ്, ഈ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? അതെ, നമുക്ക് പലതരം ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി. അങ്ങനെ നമ്മൾ കേരളത്തിൽ പലതരം പാമ്പുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേ കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ യഥാർത്ഥ മൂർഖൻ. He's awesome, man. അയ്യോ, ഇനി കേരളത്തിന്റെ ശബ്ദം ജോസി ജോന്റെ ശബ്ദമായി മാറുന്നു. RJ ജോസി ജോൺ. ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. ഈ ബുദ്ധിക്ക് അവിടെ കൊണ്ട് വെച്ചേക്കണേ. ആവശ്യത്തിനെടുത്താ പോരാ. ഇന്ന് നീ ഒരു പൈന്റ് മേടിക്കണോട്ടാ. ഒന്ന് വരാതെ. ഇന്ന് നമ്മൾ ഫുള്ള് മേടിക്കും. പോട്ടെ പോട്ടെ. നിനക്ക് തോന്നിയതായിരിക്കും മച്ചു. ഇല്ലടാ, ഞാൻ അവിടെ കണ്ടതല്ലേ. ഇതിനിടയ്ക്ക് മുകളിലെത്തിയാ നിനക്കിട്ട് തരാടി. ഇത് താഴേക്കാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഐ ജൈൻവീൽ. ഹൗ ആർ യു? മാറി നിക്കടോ. എങ്ങനെ മാറി നിക്കാൻ? അന്ന് ജൈൻ വീലിൽ എന്റെ മാറത്ത് കിടന്ന നീ ഇപ്പൊ എന്നോട് മാറി നിക്കാനല്ലേ? വീട്ടിലെ ഞാൻ. മിസ്റ്റർ, മര്യാദയ്ക്ക് പോകുന്നോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ? ഓ പിന്നെ പോലീസ്. ഈ ആണുങ്ങളൊന്ന് പെണ്ണുങ്ങളെ തൊട്ടാ കളിയാക്കിയ അപ്പൊ തന്നെ പോലീസ്, പീഡനം. ഈ പാവപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പോലീസും കേസ് എടുക്കാനില്ല. പോലീസിനെ വിളിക്കോ അത്ര. എന്താ ഐറ്റത്തിന്റെ പേര്? സീമ. സീമ. രൂപം കണ്ടിട്ട് ആമാ നടന്നത്. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിനക്ക് ഞാൻ ആരാന്നറിയോ? ഉയർന്ന ജോലിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. മനസ്സിലായ?
ആണുങ്ങളോട് കളിച്ചിറങ്ങിയിട്ടില്ല. ആ അതാ പറ്റണ്ടല്ല, അതായിരിക്കും ഗതി. വാടാ. എന്തെങ്കിലും കിട്ടും അവന്. അപ്പൊ ശരിയാകും. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ അവന്റെ തൊലി പൊളിച്ചേനെ. എന്നിട്ടാണോ ചുമ്മാ കിണിച്ചോണ്ടിരുന്നേ? ഇപ്പൊ എനിക്കായി കുറ്റം. എന്താ എന്തു പറ്റി? ഒന്നുമില്ലേ ചേച്ചി, കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. എലി കരണ്ട് വെച്ച പോലത്തെ താടി മീശയായിട്ട്. എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ പെമ്പിള്ളേരുടെ പുറകെ വെള്ളം ഒലിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോഴേ നല്ല ഇരുമ്പ് വടി എടുത്ത് അടിച്ചോടിക്കണം. നമ്മൾ ബോൾഡ് ആയാലേ അവന്മാര് വിറയ്ക്കുള്ളൂ. വിറയ്ക്കല്ല, നമ്മളെ വളയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ശരിക്കും വരട്ടണം. ഇവന്മാര് കൂട്ടുകാരുണ്ടെങ്കിലേ ധൈര്യം കാണിക്കൂ, ഇല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരാ. ഇവന്മാർക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. ഇതൊക്കെ വളർത്തുന്നതിന്റെയാ. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. ഇനി എന്റെ കൈ കിട്ടട്ടെ. മിസ്റ്റർ ജോസി, ബൈ ദ വേ, അന്ന് നിങ്ങൾ കാണിച്ച മൈം എന്തായിരുന്നു? ദാറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. എനിവേ, ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ജോസി. താങ്ക് യു സർ. പിന്നെ നേരെ പോയി മൈക്കിൾ സംസാരിക്കരുത്. സൗണ്ട് എഞ്ചിനീയറെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. റൈറ്റ്, ദിയ വിൽ ഗൈഡ് യു ടു ദ ഫ്ലോർ. താങ്ക് യു സർ. സാർ, സാർ, ഇതെന്താ ഇവിടെ? യെസ്, എന്താ? ഹേയ്, ഒന്നുമില്ല, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. എന്ത് സാധനം? അനുഗ്രഹം. എന്ത്? ഈ സൗണ്ട് എഞ്ചിനീയർ എവിടെ? സൗണ്ട് എഞ്ചിനീയർ? ആ, ഞാനാ സൗണ്ട് എഞ്ചിനീയർ. ഗുഡ് മോർണിംഗ് മാഡം. മേഡം എന്നൊന്ന് ആഗ്രഹിക്കണം, അതെന്റെ ഒരു അനുഗ്രഹമാണ്. എന്ത്? അല്ല, മേഡം ഒന്ന് അനുഗ്രഹിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. ഓ, ഞാൻ അനുഗ്രഹിച്ചാ ശരിയാവോ? ഞാൻ എന്തിനു അനുഗ്രഹിക്കണം? ഞാൻ ഇവിടുത്തെ ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിന്റെ പുതിയ ജോക്കില്ലേ, ജോസി, അതാണ്. ഇയാളോ? തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിലിരുന്ന് പച്ചമരുന്ന് വിൽക്കില്ല. റോഡ് ജോക്കി. അയ്യോ, അങ്ങനെ പറയല്ലേ മാഡം, ഈ റേഡിയോയുടെ അഭിമാനമാകും ഞാൻ. എന്നാ കേക്കട്ടെ തന്റെ പ്രകടനം. ബൂത്തിലേക്ക് കയറ്. ആയിക്കോട്ടെ. ഏയ്, അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സേ സംതിങ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ? അല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടേ. കുറച്ചുകൂടെ മൈക്കിനടുത്തേക്ക് വന്നിരിക്കേ. ഇനി എന്തെങ്കിലും പറ. ഹലോ ചെക്ക്, ഹലോ. ഇന്നു മുതൽ ഞാൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതല്ല, സത്യമായിട്ടും. അയ്യോ, വൃത്തിയായിട്ട ശബ്ദം. അയ്യോ, അതെന്റെയാ. ഒന്ന് കേട്ട് നോക്ക്. അയ്യോ, ഇതെന്റെ ശബ്ദമല്ല, ഇതെന്താ ഇങ്ങനെ? ഏയ്, ശരിയാവില്ല, ശരിയാവില്ല. വേറെ ആരെങ്കിലും വെച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ ഒരു പാവമാണ്. അന്നെന്തോ ഒരു തരിപ്പിന്റെ പുറത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പകരം വിട്ടരുത്, എന്നോടൊന്നും ക്ഷമിക്കില്ലേ. ഞാൻ എത്ര കാല് വേണമെങ്കിലും പിടിക്കാം. ഓക്കെ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ഇത് ശരിക്കും സോറി കേട്ടോ, പണി പോയാന്. ഓക്കെ, സ്റ്റാർട്ട്. ഐ ആം ജോസി, ഈസി ജോസി. ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത്. പരിപാടി. ഒരിക്കൽ കൂടി ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 5555. വിളിക്കൂ, വിളിക്കൂ, വിളിക്കാതിരിക്കല്ലേ. ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്?
ഈ FM റേഡിയോയെ അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്റെ മോന്റെ പ്രോഗ്രാമാ. മോൻ റേഡിയോ ജോക്കിയാ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പറയൂ ലേഖ. പ്രണയത്തില് നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് ആദ്യ ചുംബനം. അല്ലേ രാജേഷ്? അതെ ലേഖ. 1000 താമരപ്പൂവുകൾ മഞ്ഞത്തുള്ളികൾ വീഴുന്ന പോലെ. അതെ, അതൊരു മാസ്മരികതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. ഈ മധുരം രുചിച്ചറിയാൻ ഇതാ നിങ്ങൾക്കായൊരു ഗാനം. കുയിലിന്റെ ശബ്ദവും കുരങ്ങന്റെ മോന്തയും. ജോസി, what is the time now? അത് വാച്ച് എടുത്തില്ല സർ. താൻ ലേറ്റ് ആയ കാരണം എനിക്ക് വേറൊരു ആർജെ ഉള്ളിൽ കയറ്റേണ്ടി വന്നു. അതായിരുന്നു അത്. Don't you think punctuality is the most important in a radio station? I know sir, but എന്റെ പെങ്ങളെ ഒരാൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പെങ്ങളെ പെണ്ണ് കാണാൻ വന്നു. ടയർ പങ്ക്ചറായി, ട്രാഫിക്കിൽ പെട്ടു. വേറെന്താ തനിക്ക് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇനി ആവർത്തിക്കില്ല സർ. ആവർത്തിക്കില്ല പോലും. I don't think it's responsible. ഇയാള് കറക്റ്റ് ടൈമിന് വന്നല്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവാ. ഹലോ, ആരോടത്ര ചൂടായിട്ടൊക്കെ? ജോസി ഇറങ്ങുവാണോ? നേരത്തെ വന്നോണ്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ലിഫ്റ്റ് വരുമോ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ട് നിർത്ത്. അങ്ങനെ പോയാലെങ്ങനെ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഹലോ, തന്നോടല്ലേ കുട്ടി കാണണ്ടെന്ന് പറഞ്ഞത്? തനിക്ക് എന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ വായി നോക്കി നടക്കുന്ന പാട് വൃദ്ധൻ. സീമ, എന്നെ മുറുക്ക പിടിച്ചിരുന്നോളൂ. എനിക്കല്പം സാഹസികത കൂടുതലാണ്. ഹൈ സ്പീഡിലായിരിക്കും. പിടിച്ചോ. അവിടെ പിടിക്കില്ല, എനിക്ക് കിളിയാവും. ഇത് ഇവിടെ ബ്ലഡി ഫൂൾ. ആരായാള്? സീമൻ എപ്പോഴും ശല്യം ചെയ്യാറുണ്ടോ? വലിയ ശല്യ. പുറകെന്ന് മാറില്ല പൂവാലൻ. എന്താ നീ വിചാരിച്ചേ? ആരാണ് നിന്റെ വിചാരം? അഭ്യാസം കാണിക്കുന്നു. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. താൻ ആരാന്ന തന്റെ വിചാരം? പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. ചവിട്ട് കൂടി തന്നാണ്ടല്ലോ. അവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. അവളാ കീറ്. സീമേ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക, എന്നിട്ട് വേണം എന്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ. ഇയാളെ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നേ. ഇങ്ങോട്ടല്ലേട്ടാ, അങ്ങോട്ട് ചൂണ്ട, ആള് തെറ്റിദ്ധരിക്കും. ഇയാളാ? അച്ഛാ, ഇയാളാ ഞാൻ പറഞ്ഞ ആള്, ജോസി ജോൺ. അച്ഛനാ? അതെ, എന്റെ സ്വന്തം അച്ഛനാ. മൈ ഡോട്ടർ. എങ്ങനെയുണ്ട് പണി? ഇയാളുടെ പേരെന്താ? സോറി, ജോസി ജോൺ. പേരൊക്കെ കൊള്ളാം. മര്യാദക്ക് നിന്നില്ലെങ്കിലേ ഫീസ് ഞാൻ ഊരും. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്നെ കുറിച്ച്. കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിവേ, നൈസ് ടു മീറ്റ് യു. ആയിക്കോട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ രസമല്ലേടോ. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ ഇവളുടെ ഹോസ്റ്റലിൽ വരും, ഒന്ന് കാണാൻ. വന്നില്ലെങ്കിലേ ഇവള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്നാ നമുക്ക് ഇനി ഒരിക്കൽ കാണാം. ഓക്കെ, ശരി, വാ കേറും മോളെ. എത്തിയാ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ ഫ്രണ്ട്സ് ആരും വന്നില്ലേ? ഫ്രണ്ട്സ് വരുന്നല്ലേ ഉള്ളൂ. അകത്തേക്ക് വാ. അമ്മ എവിടെ? അമ്മ അകത്താണെന്നേ. അകത്തേക്ക് വാ. അകത്തേക്ക് വരാൻ. വീട്ടിൽ നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. എനിക്കും ഉണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. അമ്മേ, ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യണേ സൗണ്ട് എഞ്ചിനീയർ. ഏത്? ജോയിൻ വീല്. അതാ. പക്ഷെ ഞാൻ കുട്ടിയെ എവിടെയോ ബസ്സിൽ വെച്ചേ. നിങ്ങക്ക് നേരത്തെ പരിചയമുണ്ടാ?
കണ്ടു കഴിഞ്ഞ ചേച്ചിനെ പോലെയാ, പക്ഷെ അമ്മയാ. സ്വീറ്റ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആന്റി. ബർത്ത്ഡേയോ? ആരുടെ? ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? ചുമ്മാ പറ്റിച്ചതമ്മ. എന്റെ ബർത്ത്ഡേ 2 ദിവസം മുമ്പേ കഴിഞ്ഞു. വാ ഇരിക്കേ. അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? അതോ ഏതോ ഒരു മരങ്ങോടൻ ഈ കുട്ടിയെ ഷോപ്പിംഗ് മോളിൽ വെച്ച് കളിയാക്കി. എന്നിട്ട് ഈ കുട്ടി ഓടിക്കേറിയ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാ. അവനെ ഇനി എന്റെ കയ്യിൽ കിട്ടട്ടെ ആന്റി. വിടരുത്, അടിച്ച് തൊലി പൊളിക്കണം. അമ്മ എന്താടാ അങ്ങനൊന്നും പറയില്ല, അയാൾ വല്ല പാവമായിരിക്കും. എന്താന്ന്? ഫോൺ അടിക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കും. ആയിഷയുടെ ഫോണായിരിക്കും. അതൊന്നും മനസ്സിലാക്കില്ല. ഞാൻ ഒരു തമാശ കാണിച്ചല്ലേ. ഇയാൾ അമ്മയുടെ എല്ലാം പറയല്ലേ? ആ മോളുടെ സംഭവം മാത്രം പറഞ്ഞില്ല. എന്നെ ഒന്ന് റേഡിയോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? പിന്നെന്താ, അച്ഛനുണ്ടാവോ? ഇല്ല. എന്നാ ഓക്കെ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. അമ്മേ സീമ ഇറങ്ങാൻ ഞാൻ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാമേ. അച്ഛനുറങ്ങിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. മണമില്ലാത്തത് ഇറക്കിക്കൂടെ? അപ്പച്ചാ അലക്സിന്റെ മനസ്സ് പിശാശിന്റെ പണിപ്പൂരയാ. ഓ അലസന്റെ മനസ്സ്. അപ്പച്ചോ യുഗരനായിട്ടുണ്ട്. ഇത് എവിടെ ഒപ്പിച്ചത്? ഇതുപോലത്തെ 2-3 കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബഡീസിന്റെ വീട്ടിൽ പോയിക്കായിരുന്നു. അവന്മാർക്ക് ഇത് ശരിക്കും, പ്രത്യേകിച്ച് സൂര്യക്കേ. ജോസി. യെസ് ഫാദർ. നിങ്ങോട്ട് വന്നേ. ഇത് തിന്ന് ഞാൻ ചാവും. എത്തിപ്പോയി. ഡ്രസ് മാറുകയായിരുന്നു, പിന്നെ മാറിയില്ല. അപ്പച്ചൻ വല്ലതും കഴിച്ചാ? നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് മാറിയെന്ന്. നീ മദ്യപിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മധ്യകേരളത്തിലല്ല അപ്പച്ച, ഒരു വൈൻ. അയ്യോ അപ്പച്ചനൊന്നും ഉണ്ടാക്കിയില്ലേ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയ. അപ്പച്ചൻ പിന്നെ ഈ ടൂൾസ് ഒക്കെ എടുത്ത് എന്തുണ്ടാക്കിയിരുന്നു? പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാല്ലേ? എനിക്ക് ഓംലെറ്റ് മതി. അപ്പച്ചൻ എന്തെങ്കിലും വേണം? എനിക്ക് ഡബിൾ. ആണല്ലേ, എനിക്ക് തോന്നിയിരുന്നു ഡബിൾ ആയിരിക്കും. തന്നെ ഉണ്ടാക്കാൻ പാടില്ലേ? അപ്പച്ചാ പണി പാളിയിട്ടാ. ഗ്യാസ് തീർന്നു. കോമഡി പറയല്ലേ, കുക്കിംഗ് ഗ്യാസ് തീർന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാം. എന്റെ വക ചെലവ്. അതൊന്നും വേണ്ട. ഞാൻ ആ കുട്ടപ്പനെ വിളിച്ചപ്പോ ഒരു കുറ്റി ഗ്യാസ് കയറാന്ന് പറഞ്ഞു. അയ്യോ ഇനി അതൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് എപ്പ ഉണ്ടാക്കാനാണ്? നീ ആ ബൈക്കിൽ അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ട് വന്നാ മതി. ഞാനാ അപ്പച്ച, ഞാൻ റേഡിയോ ചോദിക്കുകയാണ്. എന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിച്ചറിയാം. പോയാ മതി. തൂങ്ങിച്ചാനാ ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ട് വരാൻ കയറ് ബെസ്റ്റാ. രാത്രി യാത്രയില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ യാത്ര വേണ്ട. ഗ്യാസ് തീർന്ന കാര്യം പറയണ്ടായിരുന്നു. ഫുൾ കുറ്റിയാകാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ കുറ്റി തെറിച്ചേനെ. സെയിം പിച്ചുണ്ട് ട്ടാ. ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ എന്നിട്ട് ഓടിച്ചത്. ആകെ നാണക്കേടായി പോയനെ. എന്റെ മുമ്പിൽ കൂടെ ഉണ്ടല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത് കൊടുത്ത ജസ്റ്റ് ഇങ്ങനെ ക്രോസ്. രാത്രി ആയതുകൊണ്ട് ദൈവഭാഗ്യം കണ്ടില്ല. നാളെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. രാത്രിയായിട്ട് പോയാൽ മതി, ആരും കാണൂല. അത് ശരി, ഇത് ശീലോക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ അതൊക്കെ കഴിക്കും. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഒന്നും അറിയാത്ത പോലെ. മറ്റേതാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്, നല്ല ടാങ്ക് ആയിരുന്നു. എനിക്ക് കുറച്ച് മതി അപ്പച്ച, നേരത്തെ കഴിച്ചാണ്. ഇത് നിന്റെ തലയിലടിച്ച് പൊട്ടിക്കണോ അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഒഴിച്ച് കളയണോ? അപ്പച്ചാ ഇനി മേലാൽ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരികയോ കഴിച്ചോണ്ട് വരികയോ ചെയ്താൽ നിന്റെ അണ്ണാക്കിൽ സ്കെയിലിറ്റിയെ ഛർദ്ദിപ്പിക്കും. മനസ്സിലാടാ? അതിന്റെ അകത്തേക്ക് സ്കെയിൽ ഇടണ വളരെ നീളക്കാനാ. ഇതെടുത്ത് മാറ്റി വെക്കണത് പൊറോട്ടയും. ഞാൻ എല്ലാത്തിനും സംശയമുള്ളത് ഓപ്പിലെ പൊറോട്ടയും. എന്താ പച്ചാ? ഇങ്ങോട്ട് മാറിക്ക്. എത്ര വർഷം എന്റെ മോനിത് കുത്താൻ തുടങ്ങിയിട്ട്? ഇത് 1 2 3. നീ എന്താ ലേലം വിളിക്കുക? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിനക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല. അച്ചടക്കം, മനസ്സിലായോ? ഇങ്ങോട്ട് മാറിക്ക്. എത്ര മണിക്കൂറാ റേഡിയോ സ്റ്റേഷനിൽ നിനക്ക് ജോലി? 4 മണിക്കൂർ. എത്ര? 1.5 മണിക്കൂർ. ബാക്കി സമയം എന്റെ മോൻ എന്താ ചെയ്യുന്നത്? അത് വെറുതെ ഇരിക്കുന്നതിന്റെ ഒരു തിരക്കുകൾ ഉണ്ടാവില്ല അപ്പച്ചാ.
എന്താ? You must practice self-discipline. A man without self-discipline is a gun without a trigger. Stick it. കർത്താവേ, എല്ലാം കയ്യിൽ നിന്ന് പോവാണല്ലോ. LTT അറ്റാക്കിൽ വല്ലതും പറ്റിയതാണോ? പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ. നാളെ മുതൽ രാവിലെ 5:30 എഴുന്നേൽക്കണം. 1 hour exercise, then 2 മണിക്കൂർ പഠനം. അത് കഴിഞ്ഞ് ജോലി. തിരിച്ചു വന്നാൽ ഹൗസ് ക്ലീനിങ് ആൻഡ് കുക്കിംഗ്. ഉച്ചയ്ക്ക് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരണം. വൈകുന്നേരം ഷാർപ്പ് 6:30 വീട്ടിലുണ്ടായിരിക്കണം. 20 വർഷമായിട്ട് വീട്ടിൽ വരാത്ത ആളാ എന്നോട് 6:30 എത്താൻ പറയണത്. ഘടികാരം എന്തോ പുറകോട്ട് നടക്കാനുള്ളതല്ല, മുന്നോട്ട് നടക്കാനുള്ളതാണ്. ആയിക്കോട്ടെ. ഓർഡർലിനെസ്, ക്രമം പാലിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം. പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കണം. സ്റ്റഡി ടേബിൾ അടുക്കി ഒതുക്കി വെക്കണം. ഫ്ലവർ വേസിൽ എന്നും ഒരു പുഷ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കണം. കിടന്ന പായ തീർത്തു വെക്കാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല. ഓക്കെ? ഇതെന്താ? ത്രിഫ്റ്റ്നെസ്, മിത വിനിയോഗം. പണം സൂക്ഷിച്ചുപയോഗിക്കണം. കൃത്യമായ കണക്കുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ അക്കൗണ്ടിൽ പണമടക്കണം. നിനക്ക് പെട്രോൾ അടിക്കാൻ ഡെയിലി 58 രൂപ 60 പൈസ തരും. ഇപ്പൊ വില കൂടി. ചെറിയൊരു ഹോള് മതി വലിയൊരു കപ്പൽ മുങ്ങാൻ. അത് മറക്കണ്ട. നിന്റെ ഒരു കളി അവിടെ നടക്കില്ലടാ മോനെ. നിന്നെക്കാളും അലമ്പന നിന്റെ അപ്പച്ചൻ. നീ എവിടെ? ഇനി അപ്പച്ചൻ നോക്കിക്കോ. ഇപ്പൊ തരാം. ഇത് കഴിഞ്ഞ് മുട്ട ഉണ്ടാക്കട്ടെ. ഡബിൾ അല്ല, ഇത് ഡബിളാണ്. ചുറ്റിയോടെ ഇതിലേതാ ക്യാബേജ്? മിക്കവാറും ഇതായിരിക്കും. ഇനി ഇതിനൊരു പേരിടണം. എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? എനിക്ക് അതൊന്ന് അപ്പച്ച, എനിക്ക് കണക്കൊന്നും തെറ്റിച്ചെഴുതാ അറിയാൻ പാടില്ല. ഒരു ദിവസത്തെ കണക്കെടുന്നത് എത്ര വലിയ കാര്യം? പെട്രോളിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണെന്ന്. എന്നാ നീ വന്ന് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാ. പിന്നെ അപ്പച്ച ഒന്ന് ചെയ്യപ്പോ അതില്ലേ ബ്രിട്ടാസിന്റെയാ. ഇത്ര പെട്ടെന്ന് അപ്പച്ചാ ഇത് അപ്പച്ചന്റെ മുറിയായിരുന്നാ? ഞാൻ വിചാരിച്ചു ഇത് എന്റെ ഷർട്ടായിരിക്കുന്നു. ഇത് ഞാൻ എവിടെ വെക്കണം? സൂക്ഷിക്കണേ, കള്ളന്മാരൊക്കെ ഉള്ളതാ. ഗുഡ് നൈറ്റ് അല്ലേ? അയ്യോ, എടുത്തോ അപ്പച്ചാ. അപ്പച്ചാ, എന്റെ ബൈക്കാ. പെട്രോളും ഇല്ല.
ഒന്നും ഞാൻ പറയണ്ട. പറയട്ടെ, എന്റെ ഊപ്പാടളകി അങ്കിൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന്. അതെ, എന്തൊക്കെ അസുഖമുള്ള മനുഷ്യരാണെന്നറിയോ? പങ്ക്ച്വാലിറ്റി, ഓർഡർലിനെസ്, ത്രിഫ്റ്റ്നെസ്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം. അതൊന്നും ശരിയായില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അങ്കിൾ അങ്ങനെ പറയലെന്ന്. എന്റെ ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ചിപ്പ് പിടിപ്പിച്ച് വിട്ട പോലെയാണെന്നേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കണ്ടുപിടിക്കണമെന്ന്. ശരിക്കും? ആ, എനിക്ക് ആശ്വാസായി. ഇനിയെങ്കിലും നീ നന്നാവുമല്ലോ. പോയി അപ്പച്ചൻ പറയണ അനുസരിക്കണം. അവൻ ഓരോന്ന് പറഞ്ഞോണ്ട്. അങ്കിൾ. ജോസി, അതൊന്നും സാരില്ലെന്നേ, ഒക്കെ ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കേ. അതെ, ഇന്നത്തെ കാലത്ത് ധൈര്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഭാഗ്യം കൂടെ വേണം. ഒരു യുദ്ധത്തിൽ എത്ര പട്ടാളക്കാരാ മരിക്കുന്നത്? ധൈര്യം ഇല്ല കുട്ടപ്പൻ സാറേ എന്നാ അതെ, കപ്പലിലൊരു തുള വീണ കപ്പൽ മുങ്ങും. അതറിയാഞ്ഞിട്ടാ. എല്ലാരും ഉണ്ടല്ലോ. കൊറേ നേരമായി. ഹേയ്, ഇപ്പൊ വന്നല്ലോ. അങ്ങനെയാണോ? ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഏയ്, ഞാൻ വെള്ളാടി നിർത്തിയായിരുന്നു ഇന്നലെ. ചായ ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുക്കാം. നീ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കും. അല്ല അപ്പച്ച, ഞാൻ വേണ്ടടാ. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് നീ ഇല്ലാത്തെല്ലാം പറഞ്ഞത്. അല്ലടാ, എന്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 14 കൊല്ലം തെണ്ടി നടന്ന് തിരിച്ചു വന്നിട്ടും നിങ്ങൾ അവനെ സ്നേഹത്തോടെ നീ മിണ്ടായിരുന്ന ബാക്കിയെല്ലാം ഞാൻ ശരിയായിക്കോളാം. നല്ല സിനിമയാ. കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ ഒരു പട സ്ഫടികം. സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. മക്കളോടൊക്കെ എന്ത് ക്രൂരമായിട്ടാ ആ അച്ഛന്റെ പെരുമാറ്റം. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യമില്ല ഇല്ലെങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെ ഞാൻ വലിച്ചു കീറി. കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18 പട്ട. 18 പട്ട തെങ്ങ് വെക്കേ? കഷ്ടം. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ലെങ്കിൽ. എനിക്ക് അല്ലാതെ എന്ത് ചെയ്യണോ അപ്പൻ? അവന്റെയൊക്കെ തെമ്മാടത്തിന് കൂട്ട് നിൽക്കണോ? നിക്കണോ? ടി വി അങ്ങോട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞു. അതെ, തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. എന്തോ ഡാഡ, മമ്മ, സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4ാം ക്ലാസ്സാ. പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമോ ചോദിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പിന്നെ കെട്ടിക്കാൻ പ്രായമായ 2 സിസ്റ്റേഴ്സ്. അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ അവരുടെ ആഹാരവും കഴിച്ച് ജീവിച്ചു പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അതിനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. ഓഹോ. എന്നാ ഈ കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഇയാളെന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് കഴിഞ്ഞു. IELTS എഴുതാൻ നിക്ക. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ചെറുപ്പത്തിന് തിളപ്പ് കഴിഞ്ഞ പിന്നെ എന്തിനു കൊള്ളാം? വെറുതെ ഉഴപ്പി നടക്ക. അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എങ്കിൽ ഞങ്ങൾ പോയി അധ്വാനിക്കാം അങ്കിൾ. നീ എവിടെ ഇരിക്കും? നിങ്ങൾ പോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ. അതെ, വരണമെന്നില്ല. ഇവന്റെ പരീക്ഷ കഴിയുന്നവർ ഒറ്റൊരുത്തരും കൂടെ വരണ്ട. ശരി. പിന്നെ അങ്കിൾ, നേരത്തെ പറഞ്ഞ കൊച്ചി രാജാവിന്റെ പേര് കിട്ടിയായിരുന്നു. സുനീഷ് വി, ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ദാ ഇവിടുന്ന്. ഒന്ന് പോടാപ്പ. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ.